നമസ്കാരം. നമുക്ക് സെലിബ്രിറ്റികളെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണല്ലേ മലയാളികൾ. എല്ലാവർക്കും ഇഷ്ടമാണ് സെലിബ്രിറ്റീസിനെ. ബേസിക്കലി പ്രത്യേകിച്ചും കുറച്ചിടക്കാലമായിട്ട് ഓൺലൈൻ മാധ്യമങ്ങളിലുള്ള സെലിബ്രിറ്റീസിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അതിനുശേഷം ബിഗ് ബോസ് താരങ്ങൾ, അതായത് ബിഗ് ബോസ് ഷോയിലൂടെ, റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ചില ആൾക്കാരോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടായി. അതിൽപ്പെട്ട ഒരാളായിരുന്നു അഖിൽ മാരാരും. അഖിൽ മാരാരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്ന വെടല വർത്താനം പറയുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അത്യാവശ്യം വായനയൊക്കെയുള്ള പരന്ന അറിവുകളുള്ള ഒരു മനുഷ്യനെന്നാണ് സൊസൈറ്റി അദ്ദേഹത്തെക്കുറിച്ച് ധരിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിനോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹത്തിനോട് അങ്ങനെ തന്നെ ആയിരുന്നു. ഇനി അദ്ദേഹം വിവാദങ്ങൾ ഉണ്ടാക്കിയാലും ഭൂരിഭാഗം ആൾക്കാരും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് കാണിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ജനങ്ങളെ ഈ ചവറ സാധനങ്ങൾക്ക് ജനങ്ങൾ എല്ലായ്പ്പോഴും രണ്ട് രീതിയിൽ പ്രതികരിക്കാറുണ്ട്. ചിലപ്പോൾ അവരോടൊപ്പം നിൽക്കും, ചിലപ്പോൾ എതിർത്തു പറയും. ജനങ്ങൾ അതങ്ങ് മറക്കും. ഒന്നോ രണ്ടോ വൈറൽ കണ്ടന്റ് കഴിയുമ്പോൾ അതങ്ങ് മറക്കും. പക്ഷേ അഖിൽ മാരാരോട് സ്ഥായിയായ ഒരു സ്നേഹം പൊതുജനത്തിനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പറയപ്പെടുന്ന പോലെ 2 വർഷങ്ങൾക്ക് മുൻപുള്ള സീസൺ ആയിരുന്നു അഖിൽ മാരാർ വിന്നറായത്. എന്നിട്ട് പോലും ഇന്നും ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിക്കും കിട്ടാത്ത അത്ര ഒരു ബഹുമാനം, നോട്ട് അബൌട്ട് സ്നേഹം, ആരാധന, അതല്ല, പക്ഷെ ഒരു ബഹുമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ കൊണ്ടാണ്, അദ്ദേഹം ഇടപെടുന്ന വിഷയങ്ങൾ കൊണ്ടായിരുന്നു. പല വിഷയങ്ങളിലും നിഷ്പക്ഷമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുമായിരുന്നു. പിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാലും അത് അങ്ങനെ പേടിക്കുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുകയും അതിൽ തീർച്ചയായിട്ടും അഖിൽ മാരാർ ഉറപ്പായിട്ട് ലൈവിൽ വരും, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങൾക്ക് അഖിൽ മാരാരിൽ നിന്ന് കിട്ടിയ ഒരു മറുപടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് വളരെ ഷോക്കിംഗ് ആയിരുന്നു. അത് ജനങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ഗവൺമെന്റിനും നമ്മുടെ രാജ്യത്തിനും ഒട്ടാകെ മാനക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനകളായിരുന്നു അഖിൽ മാരാർ ചെയ്തത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, അദ്ദേഹം കറതീർന്ന കൊങ്ങി ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിക്കോട്ടെ, അദ്ദേഹം സംഖ്യയാവണോ എന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കമ്മി ആവണോ എന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ സെലിബ്രിറ്റീസിനോട് ആവശ്യപ്പെടാറില്ല. അത് അവരുടെ മാത്രം നിലപാടുകളാണ്. പക്ഷേ അദ്ദേഹം എടുക്കെ പോകെ എല്ലായ്പ്പോഴും ലൈവ് വന്നിരുന്ന് പറയാറുണ്ട്, ഞാൻ ബേസിക്കലി ഒരു കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ എന്നിരുന്നാലും ഞാൻ ഈ പറയുന്ന BJPയുടെ ചില നിലപാടുകൾ ഞാൻ അംഗീകരിക്കും, കമ്മികളുടെ നിലപാടുകൾ അംഗീകരിക്കും, എനിക്ക് എൻ്റെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തി ഒന്നും ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞ അഖിൽ മാരാർ എന്തുകൊണ്ടാണ് സ്വന്തം രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ തോണ്ടിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന നീതീകരണങ്ങളൊന്നും നമുക്ക് ഡൈജസ്റ്റഡ് അല്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, പാകിസ്ഥാനെ ആക്രമിച്ചത് നല്ല കാര്യം തന്നെ, അത് വേണമായിരുന്നു, പക്ഷെ പാകിസ്ഥാനെ തീർത്ത് കളഞ്ഞത് അഖിൽ മാരാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ശരിയാണ്, ഒരു പരിധി വരെ എല്ലാ ആൾക്കാരും ഒരു പക്ഷെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും പാകിസ്ഥാനെ തീർത്ത് കളയാൻ. പക്ഷെ അവിടുത്തെ സാധുജനങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അത് നമ്മുടെ ഇന്ത്യൻ സൈന്യം ചിന്തിച്ചു. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എല്ലായ്പ്പോഴും സിവിലിയൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കറിയാം എന്താണ് അവിടെ നടക്കുന്നതെന്ന്, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഇന്ത്യൻ ആർമിയാണ്, ഇന്ത്യൻ ചാര സംഘടനകളാണ്, ഇന്ത്യ കേന്ദ്രത്തിലിരിക്കുന്ന സായുധ സേനകളുടെ ടോപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ അവിടെ എന്താണ് നടക്കുന്നത്. അഖിൽ മാരാർക്ക് അറിയാവോ അതിനെക്കുറിച്ച്? വലുതും ഒന്നും അറിഞ്ഞുകൂടാ. സോ അഖിൽ മാരാർക്ക് എവിടുന്നാണ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ അഖിൽ മാരാർ കാണിക്കണമായിരുന്നു. അഖിൽ മാരാർ ഇറക്കിയ ആ ഒരു പ്രസ്താവന വല്ലാതെ ഇന്ത്യയുടെ ഹൃദയത്തെ ഒന്ന് കീറി ഒന്ന് തോണ്ടി, പ്രത്യേകിച്ചും മലയാളികളുടെ. അത് പറഞ്ഞത് അഖിൽ മാരാർ ആയല്ലോ എന്ന സങ്കടമായിരുന്നു ജനതയ്ക്ക്. കാരണം അദ്ദേഹം പറഞ്ഞത്, ഈ മോദിജി ഒരിക്കലും, അമേരിക്കയുടെ വാക്ക് കേട്ടുകൊണ്ട് മോദിജി ഒരിക്കലും പാകിസ്ഥാനോടുള്ള യുദ്ധം പ്രഖ്യാപനം അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത് പിൻവാങ്ങാൻ പാടില്ലായിരുന്നു. പാകിസ്ഥാനെ തച്ചു തകർത്ത് കളഞ്ഞിട്ട് അന്തസ്സായിട്ട് വന്ന് നിൽക്കണമായിരുന്നു. അതായത് ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയാണോ അഖിൽ മാരാർ ചെയ്യുന്നത്? ഇന്ത്യൻ സൈന്യത്തിന് വ്യക്തമായ ധാരണയുണ്ട് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു 3ാം ലോക മഹായുദ്ധത്തിന്, തീർച്ചയായിട്ടും ഒരു 3ാം ലോക മഹായുദ്ധത്തിന് ഒരു പക്ഷേ ഇന്ത്യ പാക് യുദ്ധം മുറുകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിക്കുമായിരുന്നില്ലേ എന്ന് ചോദിച്ചാലും അതങ്ങനെ വെറുതെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ? കാരണം 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങൾ ഉണ്ടായത് ഇതുപോലുള്ള ചെറിയൊരു വഴക്കിൽ നിന്നായിരുന്നു, ചെറിയൊരു ആക്രമണത്തിൽ നിന്നായിരുന്നു. ഈ പറയപ്പെടുന്ന ചരിത്രം, അഖിൽ മാരാർക്ക് ചരിത്രം വായിക്കുന്ന ആളല്ലേ, അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കുക, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കും 1ാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും തുടങ്ങിയതിന്റെ മൂല കാരണം ഒരു ചെറിയ രാജ്യത്തിന് തമ്മിലൊരു ചെറിയ ഒരു അസാസിനേഷന്റെ ഭാഗമായിട്ടാണ് അതുണ്ടായത്. സെർബിയയിലെ ഒരു അസാസിനേഷന്റെ ഭാഗമായിട്ടാണ്, ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ അടിയിൽ നിന്നാണ് വലിയൊരു 2 ലോക മഹായുദ്ധങ്ങൾ ലോകം കണ്ടത്. ഒരു പക്ഷേ ഇന്ത്യ യുദ്ധം മുറുകെ പിടിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് പിന്മാറേണ്ട ആവശ്യമില്ലായിരുന്നു. ബിക്കോസ് ഇന്ത്യ ഈസ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ്. പാകിസ്ഥാൻ അങ്ങനെയല്ല, അവർ ആഭ്യന്തരമായിട്ടും അല്ലാതെയും ഭയങ്കര വീക്കായിരുന്നു. പക്ഷെ അവരുടെ ഈഗോ സമ്മതിക്കത്തില്ല. കാരണം അവരാണ് തീവ്രവാദികളെ വളർത്തുന്നതെന്ന് എല്ലാ ഇന്ത്യക്കാർക്കും, പട്ടാളക്കാർക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം, ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം. അത് പക്ഷേ തിരിച്ചടി ഇപ്രാവശ്യം കൊടുത്തത് മസ്തകത്തിലാണ് കൊടുത്തത്. ഇനി ഒരു പൊങ്ങരുന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഇന്ത്യ വെൽ പ്ലാൻഡ് ആയിട്ട് ക്രിസ്പി ആയിട്ടാണ് കൊടുത്തത്.
അത് ഇന്ത്യയുടെ വെൽ പ്ലാൻഡ് ആൻഡ് അഭിനന്ദനങ്ങൾ നമ്മുടെ സൈനികർ അർഹിക്കുന്നു, ഇതിന്റെ സൂത്രധാരന്മാരും അർഹിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിന് പകരം ആ അഭിനന്ദനങ്ങൾ ചൊരിയേണ്ടതിന് പകരം അഖിലന്മാർ ഒരു ഫെയിമിന് വേണ്ടിയിട്ടാണ്, ഒരു ചീപ്പ് ഫെയിമിന് വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തിന്റെ ഒരു പേട്രിയോട്ടിസം ഉപയോഗിച്ചത്, അതിന്റെ പേട്രിയോട്ടിസിനെ ബാഡായിട്ട് ഉപയോഗിച്ചതിനാണ് ജനങ്ങൾ താങ്കൾക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഇത്രയും രോക്ഷം പ്രകടിപ്പിച്ചത്. അതിന് അദ്ദേഹത്തിനെതിരെ കേസ് വരെ ആൾക്കാർ കൊടുത്തു. അത് വളരെ അദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റി തന്നെ നശിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പല വാർത്ത. അദ്ദേഹം ലൈവിൽ വന്ന് ഈ പറഞ്ഞ ന്യായീകരിച്ച് മെഴുകിയിട്ടും ആൾക്കാർ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനികളുടെ പ്രവൃത്തികളെ സപ്പോർട്ട് ചെയ്യാത്ത, അവിടെ ആഭ്യന്തര കലഹം ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ്. അവരെ വളർത്തുന്നത് ഇന്ത്യയാണ്, അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് ഇന്ത്യയാണ് എന്നൊക്കെ വന്ന് അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റിയാണ്, ഒരു കലാകാരനാണ്. ഇങ്ങനെയൊക്കെ വന്നിരുന്ന എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അഖിൽ മാരാർ ഒരു രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? തെളിവുകളുണ്ടോ അഖിൽ മാരാരുടെ കയ്യിൽ എന്ന് തിരിച്ചു ചോദിച്ചാൽ അഖിൽമാർക്ക് എന്ത് പറയാൻ സാധിക്കും? അഖിൽമാരുടെ ഊഹാപോഹങ്ങളാണ് അഖിൽമാരാർ ഇവരിന്ന് വിളമ്പുന്നത്, അല്ലെ? എന്ത് തെളിവാണ്? അഖിൽമാരായ ലൈവിൽ ഒന്നും പറഞ്ഞിട്ടില്ല, തെളിവുകൾ കാണിച്ചിട്ടില്ല. ബലൂചിസ്ഥാന് ഇന്ത്യ ആയുധങ്ങൾ കൈമാറുന്നുണ്ടെന്ന് എന്ത് തെളിവാണ് അഖിൽമാരാരുടെ കയ്യിലുള്ളത്? സോ ഇങ്ങനെയുള്ള രാജ്യദ്രോഹ പരാമർശങ്ങൾ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ ഈ ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാൻ ഇനി കൂടുതൽ ആക്രമണങ്ങൾ ചൊരിയരുതെന്ന്. എന്തുകൊണ്ടെന്നാൽ അതൊരു മൂന്നാം ലോകമായതിന് ഉറപ്പായിട്ടും ഒരു സാധ്യതയുണ്ട്. കാരണം ആൾക്കാർ രണ്ട് ചേരികളായിട്ട് തിരിയും. എന്തിനാ? തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനോടൊപ്പം നിന്നില്ലേ? ഒരുപക്ഷെ ഇനി ചൈന നിൽക്കുമായിരിക്കും ഇന്ത്യയോടൊപ്പം. ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങൾ ഭൂരിഭാഗം ഇന്ത്യയോടൊപ്പം നിൽക്കും. അപ്പോഴും രണ്ട് ചേരികളായി ലോകം മാറുമായിരുന്നു. അങ്ങനെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്, ഒരു തുറന്ന യുദ്ധത്തിന് വഴിവെക്കുമായിരുന്നു. അതെല്ലാമാണ് ഒരുപക്ഷെ ഇനി അമേരിക്ക ഇടപെട്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അതൊരു നല്ല കാര്യമല്ലേ? എന്തായാലും ഇന്ത്യ കൊടുക്കാനുള്ളവർക്ക് കൃത്യമായി കൊടുത്തു. പാകിസ്ഥാന് നല്ല രീതിയിൽ പണി കൊടുത്തു. പാകിസ്ഥാൻ നല്ല രീതിയിൽ വിറച്ചു. പാകിസ്ഥാൻ അപേക്ഷയുടെ ഭാഗമായിട്ടായിരിക്കാം പല രാജ്യങ്ങളും സമവായ ചർച്ചയ്ക്ക് ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. ഇന്ത്യയായിട്ട് അങ്ങോട്ട് ചെന്ന് യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടില്ലെന്ന് പകൽ പോലെ വ്യക്തവുമാണ്. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഒരു പൊട്ടനെ പോലെ എന്തുകൊണ്ടാണ് അഖിൽമാരാർ ഇങ്ങനെയൊക്കെ പ്രഖ്യാപനം ചെയ്തെന്ന് ചോദിച്ചാൽ, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ, അഖിൽമാരാരിൽ നിന്ന് ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചത് ഇങ്ങനെ ആയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭവിഷ്യത്ത് എന്തായാലും അഖിൽമാരാർ അനുഭവിക്കുമെന്നൊരു കാര്യം ഉറപ്പാണ്. നമ്മുടെ രാജ്യത്തെ തോണ്ടിയല്ല നമ്മൾ ഈ പറയപ്പെടുന്ന പോലെ നമ്മുടെ ഫെയിം ഉണ്ടാക്കേണ്ടത്. രാജ്യദ്രോഹപരമായിട്ടുള്ള നയങ്ങൾ പറഞ്ഞല്ല ആക്കേണ്ടത്. നമ്മൾ ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ഏത് പൊളിറ്റിക്കൽ ഇഷ്ടങ്ങളും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം നമുക്ക് തരുന്നുണ്ട്. ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലും ഏത് ആറ്റിറ്റ്യൂഡും നമുക്ക് സംസാരിക്കാം. വേറൊരു രാജ്യത്തും ഇത്രയും ഫ്രീഡം തരുമെന്ന് നമുക്ക് കരുതുന്നില്ല, ഈവൻ മാധ്യമങ്ങൾക്ക് പോലും. സോ അതുകൊണ്ട് അഖിൽമാരാർ തീർച്ചയായിട്ടും ചെയ്തത് വളരെ ശക്തമായി അപലപിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ തെറ്റുകൾ തിരുത്തി തീർച്ചയായും തിരികെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.